എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്നാ പിന്നെ ഒരു ഉമ്മയൊക്കെ തന്നൂടെ? ഓക്കെ 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 ഓക്കെ. എന്തിനു ഉമ്മ വന്നേ? ഒരച്ഛനും മകനൊരു ഉമ്മ തന്നൂടെ? ഇതുവരെ നിങ്ങൾ എനിക്ക് ഉമ്മ വന്നിട്ടില്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തിനു ഉമ്മ വന്നേ? എടാ, ഒരച്ഛന് മകനെ ഉമ്മ വെച്ചുകൂടാന്ന് ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിരിക്കുന്നത്? എന്തോ ചീങ്ങി നാറുന്നുണ്ട്. എന്റെ സോക്സാ. എന്റെ സോക്സ് അല്ല, നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തോ ചീങ്ങി നാറുന്നുണ്ടെന്ന്. ആരെ വിളിക്കുമായിരുന്നു? ആരെ വിളിച്ച്? അവിടുന്ന് ഫോൺ വിളിച്ചു പറഞ്ഞ ഞാൻ കണ്ടല്ലോ. ഞാൻ ഫോൺ വിളിച്ചോണ്ട് വന്നോ? ആ, നിനക്ക് തോന്നിയതായിരിക്കും. തോന്നിയതോ? ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ? ആ, നമുക്കുള്ള കാര്യങ്ങൾ ഇല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളത് കണക്ക് തോന്നുന്നു. നിന്നെ ഇപ്പൊ ഉമ്മ വെച്ചാൽ നിനക്ക് തോന്നിയില്ലേ? തോന്നിയതാണോ? ഹാലൂസിനേഷൻ. അതായിരുന്നല്ലേ? എന്നാ അപ്പൊ ഒരു കാര്യം ചെയ്യണേ, ഞാൻ ആ ഫ്രിഡ്ജിന്റെ മേളിലെ കറണ്ട് ബില്ലടക്കമുള്ള പൈസ വെച്ചിട്ടുണ്ട്. ഫോൺ ശരിയാക്കാനുള്ള പൈസ റെഡി ആയിട്ടുണ്ട്. അത് വെച്ച് ഫോണിന്റെ ഡിസ്പ്ലേ ശരിയാക്കരുത്. കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ആരെ വിളിക്കുമായിരുന്നു? അത് പിന്നെ ഞഞ്ഞായോ? ഞാന് നമ്മുടെ പിന്നെ ബാബു മേശ്ശേരിയെ. ബാബു മേശ്ശേരി എന്തിനാ ഇപ്പൊ വിളിച്ചത്? വീടിന് പുറത്തൊരു ബാത്റൂം കെട്ടാം. ഏത് ടെറസിന്റെ മേളിലോ? വീടിന് പുറത്താണോ കെട്ടുന്നത്? പിന്നെ എന്താ നിനക്ക്? നീ വന്നു ശരിയാവത്തില്ല കേട്ടോ. നിങ്ങൾ ശരിയാവുന്നില്ല. വീടിന് പുറത്ത്, വീടിന് ബാക്ക് വശത്ത്. വീടിന്റെ ബാക്ക് വശത്ത് ഒരു ബാത്റൂം ഇല്ല. ഇപ്പൊ എന്തിനാ വേറൊരു ബാത്റൂം? രണ്ടാമതൊരെണ്ണം കെട്ടിയ നിനക്ക് എന്താണ്? ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ രണ്ടാമതൊരെണ്ണം കെട്ടിക്കൂടാന്ന്? അല്ലെ, അതൊക്കെ പോട്ടെ. നിനക്കിപ്പോ ബാത്റൂം എന്തിനാ? എനിക്കോ? ഇതെത്രയാ? 2. അപ്പൊ പ്രാന്തില്ല. അപ്പനെ നിങ്ങൾ വന്നേ. എന്താ? നമ്മുടെ മറ്റേ രാവണിനാരുടെ കടയില്ലേ, അതുവഴി പോകരുത് കേട്ടോ. പൈസ ചിലപ്പോ പഴംപോളിയാന്ന് പറഞ്ഞ ആരെങ്കിലും പിടിച്ച് കടിക്കും. അതായത് എന്റെ മഞ്ഞ ഷർട്ട്, എന്റെ ഷൂ, എന്റെ ബാഗി പാന്റ്, ഇതൊക്കെ നിങ്ങൾ എടുത്തിട്ടേക്കണം എന്തിനാ? നിനക്ക് ബാക്കി വന്ന പാൻ്റല്ലേ, അതുകൊണ്ട് ഞാൻ ഇട്ടേക്കാം. ബാക്കി വന്ന പാൻ്റല്ല, എന്റെ ബാഗി പാൻ്റാണത്. എടാ, എന്റെ ജുബയും മുണ്ടുമൊക്കെ നമ്മുടെ ആ വയസ്സ് എന്ന ദാമോദരന് കൊടുത്ത്. വയസ്സ് എന്ന ദാമോദരൻ നിങ്ങളുടെ കൂടെ പഠിച്ചല്ലേ? വയസ്സാം കാലത്ത് പെണ്ണുങ്ങളെ പ്രണയിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ വേഷം കെട്ടി നടക്കുക. വൃത്തികേട് നിങ്ങൾക്ക് കാണിക്കാം. ഇല്ല, സുമതി ചേച്ചിയുടെ തുണിക്കട ഉദ്ഘാടനത്തിന് ഈ നാട്ടിലെ എല്ലാവരെയും വിളിച്ച് അപ്പനെ മാത്രം എന്താ വിളിക്കാത്തത്? മറന്നുപോയി കാണും. മറന്നുപോയതല്ല, അവിടെ കാണാൻ കൊള്ളുന്ന ബൊമ്മ വന്നിട്ടുണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് അതിനോടും പ്രേമം തോന്നും, അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാത്തത്. എന്ത് പിന്നെ? സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിക്കണ കാര്യം പറഞ്ഞപ്പോൾ ഡൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കറുത്തിരിപ്പുണ്ടല്ലോ. അത് നിന്നോട് മുഖം കറുത്ത് സംസാരിച്ച് കറുത്തു പോയതായിരിക്കും. മുഖം കറുത്ത് ഞാനാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ ആ ഉഷ ചേച്ചി എന്തിനാ അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നത്? ചിരിക്കാത്ത കാര്യം പറയാ. ആലോചിക്കട്ടെ. ആലുവായിക്കിട്ട് പോകുന്ന വഴി ഏതാന്ന് ചോദിക്കാൻ അവര് വന്നു. ആലുവയ്ക്കിട്ട് പോകുന്ന വഴി അവർക്കറിയില്ല, പിന്നെ ഗൂഗിൾ മാപ്പ് വലിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. എടാ, നിനക്ക് നീ എന്താണ് പിന്നെ ഇങ്ങനെ? അതും പോട്ടെ. പിന്നെ ഞാൻ ജോലി കഴിഞ്ഞു വന്നപ്പോ ജലജ ചേച്ചി എന്തിനാണ് നമ്മുടെ വീട്ടിൽ വന്നത്? അത് അവരുടെ കോഴി നമ്മുടെ വീട്ടിന്റെ ചായപ്പിൽ കയറിയല്ലേ മുട്ടയിടുന്നത്. ഈ മുട്ട പിറക്കാൻ വേണ്ടി അവര് വരാണ്ടാ പറയാൻ പറ്റുമോ? കോഴീനെ വരാൻ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. എന്ത് വിനു? ഈ കോഴി ഇവിടെ വന്ന് മുട്ടയിടും, ജലജ ചേച്ചി ഇങ്ങനെ വന്ന് മുട്ട എടുക്കാൻ വേണ്ടി വരും. അപ്പൊ പുള്ളിക്ക് സംസാരിക്കാം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. നീ ഇത് സംസാരിക്കണോടാ? സംസാരിക്കും. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. ഇതൊക്കെ ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഓർമ്മ കാണും. എത്ര വർഷം? 22 വർഷം മുമ്പ് ഒരു വെള്ളപ്പൊക്കത്തില് ഒരു കുട്ടയ്ക്കകത്തൊരു കുഞ്ഞൊഴുകി വരുന്നു. ഞാൻ അവിടെ ചെന്ന് ആ കുഞ്ഞിനെ ഇങ്ങനെ വാരി എടുത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വളർത്തി ഈ പന്നിയുടെ അത്രയും വളർത്തിയെടുത്ത്. എന്നിട്ട് അവനാണ് നീ എന്റെ അടുക്ക് ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നത്. ആ ഫോൺ തന്നപ്പന്റെ ഇത് ബാലൻസ് ഒന്നുമില്ല. ബാലൻസ് നോക്കാനല്ല, വാട്സപ്പ് നോക്കാനാ. ഏത് ഭരണഘടനയിലാണ് പറഞ്ഞേക്കുന്നത് അച്ഛന്റെ വാട്സപ്പ് നോക്കാൻ മക്കൾക്ക് അവകാശം? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ഭരണഘടനയെ കയറി പിടിക്കണതിനകത്ത് വല്ല വക്കീലും വളഞ്ഞോ? പിന്നെ ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ. അല്ല, വക്കീല് വളയില്ല, അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. ഗുമസ്തയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഗുമസ്തയായ അമ്പത് ചേച്ചി, പുള്ളിക്കാരുടെ ഭർത്താവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഈ കേസ് പിടിക്കത്തില്ല. ആ ഫോണൊന്ന് കാണിച്ചാൽ എനിക്ക് വാട്സപ്പ് നോക്കണം. അത് ശരി. അപ്പൊ എന്നെ വിശ്വാസമില്ല? തീരെയില്ല. എന്നെ വിശ്വസിക്കുന്നില്ല? ഫോണ് കാണിക്കുന്നേ. ഓക്കെ, നീ നോക്കിക്കോ. പക്ഷെ ഒരു കാര്യം നോക്ക്. കൊണ്ടുപോവാ. എടാ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്കടാ. ആ ഫോണിങ്ങനെ കാണിക്കപ്പാ ഒന്ന്. എടാ, ആരെങ്കിലും അച്ഛന്റെ വാട്സപ്പ് നോക്കൂ? ഞാൻ നോക്കും. ഉറപ്പിച്ച് നോക്കിക്കോ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ നാട്ടുകാരെല്ലാം പറയുന്നത് ഞാൻ അത്ര സ്വന്തം മകനെ പോലെ വളർത്തിയതായിട്ടാ പറയുന്നത്. ആണോ? അതിന് വല്ല വ്യത്യാസം വന്നു? നീയാണ് എന്നോട് പറയുന്നത്. നീ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ഒന്ന് ആലോചിക്കണം, നിന്റെ വാട്സപ്പ് ഞാൻ നോക്കാൻ വരുന്നില്ല. അപ്പൊ ഞാൻ നിനക്ക് തരുന്നുണ്ട്, നീ നോക്കിക്കോ. എനിക്കൊരു കുഴപ്പമില്ല, അതെനിക്ക് അറിഞ്ഞാൽ മതി. വൈഫൈ ഞാൻ കട്ട് ചെയ്യാൻ. ഫേസ് ലോക്ക് ആണല്ലോ, തുറക്കണില്ലല്ലോ. നിങ്ങളെ ഞാൻ തല്ലാത്ത എന്താണെന്നറിയാമോ? ഈ നാട്ടുകാർ പറയും ആണ്ടെ തന്തേ തല്ലി പോകുന്നു. ഈ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളെ തല്ലാത്തത്. മര്യാദയ്ക്ക് വാട്സപ്പ് തുറന്നാന്നേ. തുറക്കണം. ഓക്കെ, ഇതാണ് പ്രശ്നം.
ഇതാണ് പ്രശ്നം. അതാണ്. ഓക്കേടാ, ഇതെനിക്ക് വേണ്ട. വേണ്ട, എന്നെ വിശ്വാസത്തില്ലാത്ത സാധനം. നീ ഒറ്റ കാരണമാണ് ഇത് പൊട്ടിച്ചത് ഇവിടെ കിടക്കുന്നത്. ഇത് പൊട്ടിയതല്ലോ അപ്പ, തെളിവ് നശിപ്പിച്ചതല്ലേ. പിന്നെ എന്താടാ വിനു? എനിക്ക് ഞാനെന്നാ ഇച്ചിരി ഇല്ലാത്ത കൊച്ചാണോ? എനിക്കത് മനസ്സിലാവില്ലെന്ന് ഓർത്തോ? എന്നാ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ മോൻ മറന്ന് പുറത്തിറങ്ങി നിൽക്കുവാണ്. അവന്റെ കൂട്ടുകാരെല്ലാവരും കല്യാണം കഴിച്ച് ഈ പാവപ്പെട്ടവനൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചോ? കല്യാണത്തിന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചോ? കല്യാണം എന്നങ്ങനെ പറഞ്ഞോ? അത് തന്നെ പറഞ്ഞേ. ഇത് നിന്നോട് ഞാൻ എന്നേ പറയുന്നതല്ലേ? ആണോ? നിനക്കൊരമ്മയെ വേണ്ടേ? അത് ചേമ്പേ, നിങ്ങളുടെ കാര്യമല്ല, എന്റെ കാര്യം പറഞ്ഞേ. എനിക്കൊരു കല്യാണം കഴിച്ച് എന്നെ പുളിക്കോ? എടാ, ഇവിടെ എനിക്കൊരു സഹായത്തിന് ഒരു സ്ത്രീ ഇവിടെ നിർത്തിയിരുന്നേ, ചന്ദ്രിക. അവളെ നീ അല്ലേ പറഞ്ഞു വിട്ടത്? എനിക്ക് അവരെ അമ്മയെന്ന് വിളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടത്. എന്റെ കല്യാണത്തിന്റെ കാര്യം പറ. നീ ഒരു പെണ്ണെ പോയി കാണാൻ പോയോ? പോയി. എനിക്ക് ആ പെങ്കൊച്ചിനെ ഇട്ട് നല്ല പെങ്കൊച്ചാണ്, നല്ല സൗന്ദര്യമുണ്ട്, മുടിയുണ്ട്, സാമ്പത്തികമുണ്ട്, ജോലി വരുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നീ ഇവിടെ വന്നു. വന്നിട്ട് നീ പിന്നെ പിറ്റേന്ന് വിളിച്ചു പറഞ്ഞു എനിക്കത് വേണ്ടത്. എന്തിനാ അവസാനമാണ് അറിയുന്നത് ഈ ലിസിയുടെ അമ്മയും നിങ്ങളും തമ്മിൽ പണ്ട് പ്രേമത്തിലായിരുന്നു. അതാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. എടാ, അതൊരു വൺ വേ ലൈനാ. അത് ടൂ വേ ആകാതിരിക്കാനാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് വെറുതെ നിങ്ങൾക്കൊരു ഹൈവേ മണത്തിട്ട് തരുന്നത്? വിനു, എന്ത് വിനു? ഒരു ചെറിയ കുട്ടയ്ക്കകത്ത് ഇങ്ങനെ പറന്നു. ഇനി ആ കൊട്ടയുടെ കഥ ഇവിടെ പറയരുത്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ആ കൊട്ടയ്ക്ക് റിട്ടേൺ വിട്. അങ്ങനെ റിട്ടേൺ വിടാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണോ? അപ്പാ, നാട്ടുകാർ ഇപ്പൊ അപ്പൻ എന്നെ വിളിക്കണമെന്ന് അറിയാമോ? ആ, എനിക്കറിയാം. എന്നാ കുട്ടയെന്ന് ഒഴുകി വന്ന വിനുവിന്റെ അപ്പാന്ന്. അങ്ങനെയല്ല, കോഴി ലിജോന്ന്. കോഴി തന്നോടാ? അങ്ങനെ തന്നെ വിളിക്കുന്നു. കോഴിന്ന് വിളി. കോഴി. നീ അത് പറഞ്ഞല്ലടാ. നീ ഇവിടുന്ന് ജോലിക്ക് പോകുമ്പം ഞാനിവിടെ ഒറ്റ എന്നെങ്കിലും പറയണോ? ഒച്ച പറഞ്ഞ ആ ഫീല് കിട്ടത്തില്ല. സെന്റിമെന്റിൽ പറയുമ്പം ഈ മീറ്റർ പിടിക്കാനേ പറ്റൂ. ഇങ്ങോട്ട് നീങ്ങിരി കേക്കാം. നിന്നെ വളർത്തി വലുതാക്കി അത് കഴിഞ്ഞ മൊത്തം പറഞ്ഞു പറ. നീ ജോലിക്ക് പോയി കഴിയുമ്പം ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. സത്യം പറയാമല്ലോ, ഞാൻ ഒരു നൂൽപാലത്തിന്റെ ഇടയ്ക്കാണ്. അവിടെ പോയി നിൽക്കുന്നത്? സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞു. കോണി അടിക്കരുത് കേട്ടോ. കോണി അടിച്ചാലും പിന്നെ നിങ്ങൾ ആവശ്യമില്ല അവിടെ പോയി നിൽക്കണമെന്ന് ചോദിച്ചല്ലേ? കാര്യം പറ. അത് ഞാൻ ഏകാന്തതയുടെയും ഡിപ്രഷന്റെ ഇടയിലാണ്. അങ്ങനെയാണ് ഞാൻ പോകുമ്പോ അപ്പൻ ഒറ്റയ്ക്കാകുന്ന ഒരു ഫീൽ അപ്പന് കിട്ടുന്നു അല്ലേ? അത് മനസ്സിലായോ നിനക്ക്? അപ്പന്റെ ഏകാന്തതയും ഡിപ്രഷനൊക്കെ മാറ്റാനുള്ള മരുന്ന് എന്റെ ഉണ്ടപ്പാ. ലൈഫ് കോച്ച്. സ്കോച്ച് അല്ല, കോച്ച്. അപ്പനെ നല്ല ചുറുചുറുക്കോടുള്ള ഒരു അപ്പനാക്കി തരാൻ ലൈഫ് കോച്ച്. പുള്ളി വന്ന് അപ്പനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൻ നല്ലൊരു അപ്പനാകുന്നു. ആഘോഷിക്ക്, സന്തോഷിക്ക്. എന്നാലും ഞാൻ അപ്പനെ കല്യാണം കഴിപ്പിക്കത്തില്ല. ഞാൻ ജോലിക്ക് പോട്ടെ. ഞാൻ അടുക്കളയിലോട്ട് പോവാ. അപ്പൊ ലൈഫ് കോച്ച് മറക്കണ്ട. ഉച്ചക്ക് ചോറിനാനിങ്ങി വാടാ. ഞാൻ ഒരു പുല്ലും ഉണ്ടാക്കി വെക്കത്തില്ല. അപ്പൊ നീ എന്താ തിന്നും? അയ്യോ, അപ്പൊ ഞാൻ എന്തോ ചെയ്യും? പട്ടിണി വേണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. വീടെല്ലാം തുറന്നിട്ടേക്ക് വന്നല്ലോ. ഇത്ര വീടാന്നേ ഇത്? ആരുമില്ല. ഈ പോക്കറ്റിൽ കുടുങ്ങിയ കൈ പോലും ഒന്ന് ഊരിത്തരാൻ ആരുമില്ല. ഇന്നലത്തെ കപ്പലിൽ കിടക്കോ, ചുമ്മാ അല്ല കൈ വരാഞ്ഞ്. ഹലോ, ആ മൂലയ്ക്ക് ബീഡിയും വലിച്ച് നിൽക്കാൻ ഇങ്ങോട്ട് വാ. ഫ്രിഡ്ജായിരുന്നോ സ്റ്റെബിലൈസറും വെച്ചോണ്ട് നിൽക്കുന്നത്? ഇവിടെ ആരുമില്ലേ? ഹലോ, ആരാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നേ? അയ്യോ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയല്ല, വീട്ടിലോട്ട് കയറി വന്നതാ. ഇറങ്ങി പോകുന്നല്ലേ കണ്ടത്? ഹലോ ഹലോ, ഐ ആം ആൽഫ്രഡ് ഇറ്റോപ്പ്. ഇട്ടോ ഒന്നും ഇട്ടില്ല. എന്താ ഇടന്ന് പറഞ്ഞു? എന്റെ പേര് പറഞ്ഞതാണ്. എന്താ? ആൽഫ്രഡ് ഇറ്റോപ്പ്, ലൈഫ് കോച്ച്. കോച്ചാണ്? അതെ അതെ അതെ. അല്ല, എന്താ ഇങ്ങോട്ട് വന്നേ? ബോംബെറിഞ്ഞിട്ട് വന്നാ? ബോംബെറിഞ്ഞിട്ട് വന്നാണോ? അപ്പൊ ഇവിടെ ഒളിച്ചിരിക്കാൻ വേണ്ടി വന്നാണോ? എന്നെ പോലീസ് പിടിക്കുമല്ലോ. മോൻ പറഞ്ഞിട്ട് വന്നു. എന്റെ മോൻ പറഞ്ഞിട്ട് വന്നാ? എന്തിന്? വിനുവിന്റെ അച്ഛനല്ലേ? അല്ല, എന്റെ മോനാ വിനു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവൻ എന്നോട് പറഞ്ഞു, ഇവിടെ ആർക്കാണ്ട് ഏക തന്തയാണെന്ന്. ആർക്കാണത്? എനിക്ക് ഏക തന്തയാണ്. ആണോ? എന്റെ മോനും ഏക തന്തയാണ്. നിങ്ങൾക്ക് ഏക തന്തയല്ലേ? എനിക്കും ഏക തന്തയാണല്ലോ. അയ്യോ, ഏകതന്തയല്ല, ഇവിടെ ആർക്കാണ്ട് ഏകാന്തതയാണല്ലോ. ഏകാന്തത? ഏകാന്തതയാണെങ്കിൽ എനിക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ എന്റെ മോൻ പോയി കഴിയുമ്പം ഞാൻ ഒറ്റയ്ക്കാ. ഒറ്റക്കായോ? ഒറ്റയ്ക്കല്ല, രണ്ട് കാ. എടോ, ഞാൻ ഒറ്റയ്ക്കിരിക്കല്ലേ? ഒറ്റയ്ക്കിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ഈ ഒരു ഇപ്പൊ നമ്മള് വളരെ ഏകാന്തമായി ഇരിക്കല്ലേ? അപ്പൊ ഒരു സൈലൻസ് ഇല്ലേ? അപ്പൊ ചെറിയ ശബ്ദം പോലും നമുക്ക് വലുതായിട്ട് തോന്നും. ഇപ്പൊ ഫാൻ കറങ്ങുന്നു, കേൾക്കുന്നുണ്ടോ? എണ്ണ ഇടത്തില്ലയോ? മുട്ടിലിടാറുണ്ട്. മുട്ടിലല്ല, ഫാനിലിടത്തില്ല. സൗണ്ട് കേൾക്കുന്ന കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അതായത് പല്ല് ചിലക്കുന്ന ശബ്ദം പോലും നമുക്ക് ഭയങ്കര അലോരസം ഉണ്ടാക്കും. ആണോ? കേട്ടോ കേട്ടോ? അതെ. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കുമ്പം ചെറിയ കാറ്റ് പോലും ഹുങ്കാര ശബ്ദമായിട്ട്
എന്നെ വിളിച്ച് വിളിച്ചാലോ നിങ്ങൾ കോച്ചാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് കൊച്ചുങ്ങളെ പോലെ കിടന്ന് കരയുന്നോ? ഇങ്ങനല്ലേ നിങ്ങളുടെ അവസ്ഥ നേരം കൊണ്ടെത്തിച്ച് അത് കാണിച്ചു തന്നെ. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. ഇത് ഞാനൊരു പുഷ്പം പറിക്കുന്ന പോലെ അങ്ങ് പറിച്ചാൽ കളയുമെന്ന്. കളയൂ. പിന്നെ വേദനിക്കാത്തൊക്കെ പറിച്ചു കളയാൻ പറ്റും. പിന്നെ ഞാൻ എത്ര പേരെ മോട്ടിവേഷൻ ചെയ്ത് വേറെ ലെവൽ എത്തിച്ചിട്ടോന്ന് അറിയാമോ? എത്തിച്ചിട്ടുണ്ടോ? പിന്നെ ആരെയൊക്കെ? ഒരു 28 വർഷം മുമ്പ് വെളുപ്പാങ്കാലത്ത് ഞാൻ കട്ടിലേക്ക് കിടന്ന് ബെഡ്ഷീറ്റുമായിട്ട് മല്ലയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് കിടന്ന് പിഴിയുന്ന സമയമായിരിക്കും. ആ സമയത്താണ് എനിക്ക് അർജന്റീന എന്നൊരു കോള്. അർജന്റായിട്ടൊരു കാൾ വന്നു. പെട്ടെന്ന് ചെല്ലാൻ അവിടെ ഒരാൾക്ക് മോട്ടിവേഷൻ വേണമെന്ന്. ആർക്കാ? ഞാൻ കേറി ചെന്നു. ഒരു കറണ്ട് പയ്യൻ. ആ ചെറുക്കന് നല്ല കഴിവൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ അവന് പറ്റത്തില്ല. നാണം, സഭാകമ്പം. 3 ദിവസം എന്റെ മുന്നിൽ നിർത്തി മോട്ടിവേഷൻ അങ്ങോട്ട് കൊടുത്തു. ചേർക്കാൻ കത്തി അങ്ങോട്ട് കേറി. ഇപ്പൊ അവസ്ഥ എന്തോന്നറിയാവോ? കരിഞ്ഞു കാണും. കത്തി കേറിയെന്നല്ലേ പറഞ്ഞു? കത്തി കേറിയെന്ന് പറഞ്ഞാൽ അവന്റെ കഴിവ് കൊണ്ട് കത്തി ഞാൻ കേറിയെന്ന്. ആരാന്നറിയാവോ? ആരാ? മെസ്സി. മെസ്സിയോ? ഇപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? തെങ്ങ കയറാൻ പോകുന്നു. ഇവിടെ ഉണ്ടോ കൊലയുള്ള തെങ്ങ്? വന്ന് തേങ്ങ ഇട്ട് തരും ഞാൻ പറഞ്ഞാലും. എനിക്ക് മനസ്സിലായില്ല. മനുഷ്യ ഫുട്ബോൾ കളിക്കാരൻ മെസ്സിയുടെ കാര്യം. ഫുട്ബോൾ കളി മെസ്സി ഞാനല്ലേ മോട്ടിവേഷൻ ചെയ്ത് അവനെ ഈ പരുവത്തിലാക്കിയത്. ഓക്കെ, എന്തുവായാലും വന്നു പോയില്ലേ? ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ പറഞ്ഞു തരാം. അതൊക്കെ അനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? കിന്നാരത്തുമ്പികൾ. സൂപ്പർ ആയിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ആരാണ്? ഷക്കീല. ഓ, അതിനെ കാട്ടിക്കെടുക്കാൻ സൂപ്പർ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? മസാല ദോശ. മസാല വിട്ടൊരു പരിപാടി ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖത്തെ സന്തോഷം ഞാൻ കണ്ടു. അതായത് നമുക്ക് ഈ ഏകാന്തത അനുഭവപ്പെടുമ്പോ നമുക്കിഷ്ടമുള്ള സന്തോഷം തരുന്ന കാര്യങ്ങൾ ആലോചിക്കണം. ഈ അടുത്ത സമയത്ത് സന്തോഷം തരുന്ന എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത്? അടുത്ത കാലത്ത് സന്തോഷം അപ്പുറത്തെ വീട്ടിലെ അമ്മയുടെ ബാത്റൂം ഇടിഞ്ഞു വീണപ്പോ. അയ്യോ, അത് ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ? അത് അവർക്കല്ലേ വിഷമം. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഇടിഞ്ഞ് വീഴുമ്പോഴേ അവർ നമ്മുടെ വീട്ടിൽ ഒന്നല്ലേ കുളിക്കാൻ വരുന്നേ. ഓ, മണസോപ്പിന്റെ മണം പിടിക്കാനെ കൊണ്ട് അങ്ങനെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ആക്ടിവിറ്റീസിലോട്ട് കടക്കാം. ആക്ടിവിറ്റീസ് നമ്മൾ ഈ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. അത് തന്നെ. അപ്പൊ കഴിഞ്ഞ നേരം പിടിച്ച് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. എപ്പോ വന്ന്? അരമണിക്കൂറായി. അച്ഛന്റെ കാര്യം എന്തായി? ശരിയാക്കി എടുക്കാമേ. ഇതെന്നാ സംഭവം? എനിക്കറിയത്തില്ല, ഹോം സിനിമയിൽ കണ്ടതാണ്. എന്റെ ഹോമിലാണ് കാണിച്ചത്. അച്ഛന്റെ കാര്യം എന്തായി? അച്ഛൻ ഏകദേശം ശരിയായി വരുന്നുണ്ട്. എവിടെ ശരിയായി എന്നാ പറയുന്നത്? അതെന്താ ശരിയാവാനാണ്? അപ്പൊ എന്റെ എൻട്രി വെറുതെ ആയോ? ശരിയായില്ലോ നിങ്ങൾ? ഞാന് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്താണ്ട് ഒരു ആറ്റിൽ കൂടെ ഒഴുകി വന്ന ഒരുത്തനാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് സത്യം പറഞ്ഞാൽ അതിനകത്ത് എടുക്കുമെന്താ ഇത്രയേ ഉള്ളു. പിന്നെ ജനിക്കുമ്പോഴേ അബുസലിമിന്റെ എത്രയാവോ പിള്ളേർ? പക്ഷെ ഞാനിപ്പോ വളർത്തി അബുസലിമിന് എത്രയാക്കി. അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോ അവന്റെ കാര്യം ജോലിയെ കിട്ടി. അപ്പൊ എനിക്ക് ഇനി ഒരു കല്യാണം കഴിച്ച് ജീവിച്ചൂടെ? അത് ശരിയാണ്. ഈ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. എന്ത് ശരിയാണെന്നാണ്? പുള്ളിക്ക് ഏകാന്തത നിൽക്കുമ്പോ കല്യാണം കഴിച്ച് കൊടുക്കരുത്. മിസ്റ്റർ ലൈബോയ്, നിങ്ങളൊരു കാര്യം മനസ്സിലായി. ലൈഫോയോ എന്നെ സോപ്പൊട്ടിക്കകത്ത് കുളിമുറി കൊണ്ട് വെക്കൂടാ. നിങ്ങൾ ആരാണ്? ലൈഫ് കോച്ച്. ലൈഫ് കോച്ച്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ഈ പ്രായമായല്ലോ. ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? മുട്ടുകാലാണ് ഞാൻ തല്ലി ഓടിക്കും. പക്ഷെ ഞാൻ തല്ലി ഓടിക്കില്ല. അതാണ് സ്നേഹം കൊണ്ടല്ല. ആ മുട്ടുകാലിന്റെ ഓപ്പറേഷൻ 6 ലക്ഷം രൂപ ഞാനാ ചെലവാക്കിയത്. അതുകൊണ്ട് ഞാനത് സംരക്ഷിക്കും. പക്ഷെ നടുവ് ഞാൻ ചവിട്ടി ഓടിക്കും. ഈ നാട്ടുകാർ എന്തെന്നെ കുറിച്ച് പറയും? മോശം പറയില്ലേ? അത് പറയാം. ഈ ചെറുക്കൻ പുറത്തിറങ്ങി ജോലിക്കൊക്കെ പോകുന്നില്ല. അവനെ കളിയാക്കുന്നു കല്യാണം കഴിച്ചാൽ. മിസ്റ്റർ ലൈഫ് ടൈം അച്ചീവ്മെന്റ്. എന്താ ഒരു അവാർഡ് കൊടുത്താടാ എനിക്ക്? നിങ്ങളുടെ പേരെന്താ? ലൈഫ് കോച്ച്. നോക്ക്, അവനെന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അവന്റെ കാര്യം നോക്കാൻ സമയമായില്ലേ? അവന് ജോലിയില്ലേ? ഞാനല്ലേ ഏകാന്തരം. ഇപ്പൊ എനിക്കൊരു കല്യാണം കഴിക്കുന്ന നാട്ടുകാർ എന്ത് വല്ല പറയാനാ? കറക്റ്റ് കാര്യമാണ്. എന്റെ ലൈഫ് ഇൻഷുറൻസ് ആയി നിങ്ങൾ വേറൊരു കാര്യം. നിങ്ങൾ ആരാണ്? ലൈഫ് കോച്ച്. എന്റെ ലൈഫ് കോച്ച്. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോ ഞാൻ അതുവഴി ഉപ്പ് വിളമ്പി നടക്കണത് എനിക്കൊരു നാണക്കേടല്ലേ? അതിന് ഞാൻ സദ്യ അല്ലല്ലോ കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്നത് ബിരിയാണി ആയിരിക്കും. അപ്പൊ പിന്നെ എന്തിനാ ഉപ്പ് വിളമ്പുന്നേ? ഈ പ്രായത്തിൽ അങ്ങനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന പറഞ്ഞത്? എന്ത് തെറ്റാ ചെയ്തെന്നോ? നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ പുഴയെന്ന് കിട്ടി. കല്യാണം പോലും കഴിക്കാതെ നിങ്ങൾ അവനെ വളർത്തി പഠിപ്പിച്ച് ജോലിയും വാങ്ങിച്ചു കൊടുത്ത് ഈ നിലയിലാക്കി. ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഒരു കൂട്ടരൊരു കല്യാണം കഴിക്കാൻ ഇവ സമ്മതിക്കുന്നില്ല. നിങ്ങൾ തെറ്റല്ലയോ ചെയ്തത്? അതിന് പകരമേ ആ പുഴയെന്ന് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു വരുമാനമാകത്തില്ലായിരുന്നോ പൊന്നി കേട്ടോ? എന്റെ ലൈഫിലേ എന്തിനും നല്ലപോലെ ഒന്ന് വിളിക്കണം. ആരായിരുന്നു നിങ്ങള്? ലൈഫ് കോച്ച്.